ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാത്സിൻ്റെ നമ്മുടെ കഴിഞ്ഞ് 2022 നടന്ന UP സ്കൂൾ ടീച്ചറിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ടോപ്പിക് വൈസായിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ടഫായിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്ക് മുതൽ തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. അപ്പോൾ എന്താണെന്നാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 500, 1000 100 200 20 എന്ന സംഖ്യാശ്രേണിയാണ്. അരിത്തമെറ്റിക് ശ്രേണിയല്ല, സമാന്തര ശ്രേണിയല്ല. അടുത്ത പദമേത്? 2, 4, 40, 400. എന്താണ് സംഖ്യാശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം? സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനൊരു പൊതു വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ 2, 4, 6, 8 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. കാര്യം അതൊരു പൊതുവ്യത്യാസമാണ്. നമ്മൾ എന്ത് ചെയ്ത് പോകുന്നത്? ആഡ് ചെയ്ത് പോകുന്നത്. സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ലോജിക്ക്, ഒരു കണക്ഷൻ ഉണ്ടായാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 500, 1000 നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇരട്ടിയാണല്ലേ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് എന്തായിരിക്കണം വേണ്ടത്? ഇതിൻ്റെ ഇരട്ടിയായിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും? 40 വരും. ഇങ്ങനെ ഒരു ലോജിക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. ഇവിടെ ഒന്നിടവിട്ട സംഖ്യകളെന്ന് പറഞ്ഞാൽ 500നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 100 കിട്ടുന്നത്. ഇനി അതേപോലെ 1000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 കിട്ടും. സോ 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 40 കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ 2 ലോജിക്കിലും നമുക്കിവിടെ ആൻസർ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സമയദൂരത്തിൻ്റെ പരപ്പളവ് 286 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. സമയദൂരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ വരച്ചാൽ കിട്ടുന്ന രൂപത്തിൻ്റെ പരപ്പളവ്. അതായത് ഇവിടെ ഒരു സമചതുരമുണ്ട്. ഈ സമചതുരത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് നമ്മളൊരു പുതിയൊരു സമചതുരം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ പരപ്പളവാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇതിന് നമുക്ക് A, ഇത് B, ഇത് C, ഇത് D ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വലിയ സമചതുരത്തിൻ്റെ പരപ്പളവ് 286 ആണെന്ന് അറിയാം. സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വശം സ്ക്വയർ അല്ലെങ്കിൽ A സ്ക്വയർ എന്നൊക്കെ പറയും. അതാണ് ഈ തന്നിരിക്കുന്ന 286 എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് വശം എന്തായിരിക്കും? √286, അതായത് 16 ആണ് ഒരു വശം എന്ന് പറയുന്നത്. അതായത് ഈ സമചതുരത്തിന് ഒരു വശം 16 ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം 2 തരത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇതും എത്രയായിരിക്കും? 16 ആയിരിക്കും. ഇത് 16, ഇത് 16, ഇത് 16. സോ ഈ DB എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈ ഉള്ളിലത്തെ ചെറിയ സമചതുരത്തിൻ്റെ വികരണമാണ്. അതായത് ഒരു സമചതുരത്തിൻ്റെ വികരണം തന്നു കഴിഞ്ഞാൽ, വികരണം എന്ന് പറയുന്നത് ഡയഗണൽ വികരണം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? D²/2 ചെയ്താൽ മതി. അതായത് ഇവിടെ എന്ത് വരും? 16² വരും. അതായത് 286/2, അതായത് 128 വരും ആൻസർ. ഓക്കെ, 128 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇനി ഈ വികരണം തന്നു കഴിഞ്ഞാൽ D²/2 ആണെന്നൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നൊരു സാധനമുണ്ട്. എന്താണ്? ഇത് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വശം 16 ആണെങ്കിൽ മധ്യബിന്ദുക്കളാണ് യോജിപ്പിക്കുന്നത്. സോ ഇത് 8 ആയിരിക്കും, ഇത് 8 ആയിരിക്കും, ഇത് 8 ആണ്, ഇത് 8 ആണ്, ഇത് 8, ഇത് 8, ഇങ്ങനെയല്ലേ വരുന്നത്. ഇത് രണ്ടും തന്നിരുന്നാൽ നമുക്ക് ഇതെന്താക്കി എടുക്കാം? ഇതൊരു മട്ടത്രികോണമാക്കി എടുക്കാം. ഇതെന്താണ്? അതിൻ്റെ കർണമാണ്. കർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? √ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അതായത് √64 + 64, അതായത് √128 വരും. അതാണ് ഇതിൻ്റെ ഈ ഉള്ളിലത്തെ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. വശം തന്നു കഴിഞ്ഞാൽ വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വശം സ്ക്വയർ, അതായത് √128 സ്ക്വയർ വരും. സ്ക്വയറും റൂട്ടും ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. സോ അത് ക്യാൻസലായി പോയിട്ട് 128 വരും. ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യയെങ്കിൽ ചെറിയ സംഖ്യ എന്താ? പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ സമവാക്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. നമുക്ക് സംഖ്യകളെ നമുക്ക് എക്സും വൈയും ആക്കി എടുക്കാം. ഒന്നുകിൽ ഇത് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് എക്സും വൈ ആക്കി എടുക്കാം. ചെറിയ സംഖ്യ, അപ്പം നമുക്ക് ഒരെണ്ണം ചെറിയ സംഖ്യയാക്കി എടുക്കണം, ഒരെണ്ണം വലിയ സംഖ്യയാക്കി എടുക്കണം. അപ്പം നമുക്ക്
ഇതാണ് നമ്മുടെ വലിയ നമ്പർ, ബിഗ് നമ്പർ. ഇത് നമുക്ക് സ്മോൾ നമ്പർ ആക്കി എടുക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യ, അതായത് എക്സ് എന്ന് പറയുന്ന സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇൻറ്റു ആണ്. അപ്പോൾ 3y മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂടുതലാണ്. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യ y അതിൻ്റെ 3 മടങ്ങിനോട് 2 കൂടുതലാണ്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്? y ആണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ x ആണ്. വലിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ സംഖ്യയുടെ 4 മടങ്ങിന് തുല്യമാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4y ആണ് നമുക്കിവിടെ അറിയാം. സോ 4y ഈക്വൽ ടു 3y പ്ലസ് 2. ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? 4y മൈനസ് 3y ഈക്വൽ ടു 2. അതായത് y എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ചെറിയ സംഖ്യ എന്തായിരിക്കും? 2 ആയിരിക്കും. വലിയ സംഖ്യ എന്തായിരിക്കും? അതിൻ്റെ 4 മടങ്ങാണ്. സോ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചെറിയ സംഖ്യയാണ്. സോ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി 2 വരും. 3 ക്യൂബിൻ്റെ എത്ര മടങ്ങാണ് 3⁵5 എന്ന് പറഞ്ഞാൽ? 3⁵5ൻ്റെ എത്ര മടങ്ങാണ് 3 ക്യൂബിൻ്റെ? നമ്മളിപ്പോൾ 2 മടങ്ങെന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യയുടെ 2 മടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ 2x എന്ന് എഴുതും. ഒരു സംഖ്യയുടെ 10 മടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ 10x എന്ന് എഴുതും. അതേപോലെ ഒരു സംഖ്യയുടെ ഈ 3 ക്യൂബിൻ്റെ എത്ര മടങ്ങ് നമുക്കറിയില്ല. അപ്പോൾ നമ്മളത് ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വരും? നേരെ ഇത് ഇപ്പുറം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ നമുക്ക് പേ ആക്കി കൊടുക്കാം. പേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 3⁵5 ഇവിടെ ഉണ്ട്, ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ ഇൻറ്റു ആയതിന് ഇപ്പുറം വരുമ്പോൾ എന്താകും? ഡിവൈഡ് ബൈ 3 ക്യൂബ് എന്നാകും. സോ ആൻസർ എത്ര വരും? 3² വരും, അതായത് 9. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതിൻ്റെ എന്താണ്? എക്സ്പോണൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? a⁻m ഡിവൈഡഡ് ബൈ a⁻n. 2 സംഖ്യകളുടെ ബേസ് സെയിമും പവർ വ്യത്യാസവുമാണ്. ഡിവിഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് തമ്മിൽ മൈനസ് ചെയ്യണം. a⁻m ഇൻറ്റു a⁻n, അതായത് ബേസ് സെയിം ആണ്, പവർ വ്യത്യാസമാണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അത് പ്ലസ് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യണം, ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം. സോ 3 ക്യൂബിൻ്റെ 9 മടങ്ങാണ് 3⁵5 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ഒരു ടാങ്കിൽ 750 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 3/5 ഭാഗം വെള്ളം നിറഞ്ഞു. ഇനി എത്ര ലിറ്റർ കൂടി ഒഴിച്ചാൽ ടാങ്ക് നിറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ടാങ്ക് ഈ 3/5 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 5 പോർഷനാക്കി ഡിവൈഡ് ചെയ്തതിൽ അതിൽ 3 പോർഷൻ. ഇതാണ് 3/5. 750 ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇനി കുറച്ചും കൂടി ഒഴിച്ചതെന്ന് അറിയൂ അല്ലേ? അതായത് ഇത് എത്രയാണ്? 2/5 പോർഷനാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 3/5 എന്ന് പറയുന്നത് 3/5 ഭാഗം എന്ന് പറഞ്ഞാൽ 750 ലിറ്റർ ആണെങ്കിൽ ഈ ടാങ്ക് ഫുള്ള് നിറയാനാണെങ്കിൽ അത് ഒന്നായിരിക്കില്ലേ നമ്മൾ പോർഷൻ എടുക്കുന്നത്? 5/5 എന്ന് പറയും, അത് 1 വരും. അത് എത്രയെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ക്രോസ് ചെയ്യുക, രണ്ടെണ്ണുള്ളത് മേലിൽ എഴുതുക. സോ 1 ഇൻറ്റു 750 എന്ന് വരും, ഡിവൈഡഡ് ബൈ 3/5, അതായത് 3 ഇൻറ്റു 5 എന്ന് വരും. ഇതും കൂടി കട്ടാകുമ്പോൾ എത്ര വരും? 25 ഇൻറ്റു 3. ആൻസർ എത്ര വരും? 25 ഇൻറ്റു 5 എന്ന് പറയുന്നത് 125, 1250 ലിറ്റർ. ഇത് നേരെ കാണും, നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിലങ്ങ് മാർക്ക് ചെയ്യും. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി ഒഴിക്കണമെന്ന്. അപ്പോൾ ഓൾറെഡി ഇതാണ് ഈ ടാങ്കിൽ ഫുൾ. അപ്പോൾ 1250 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. അതിൽ ഓൾറെഡി എത്ര വന്നു? 750 ലിറ്റർ വെള്ളം അതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യണം? 1250 നിന്ന് 750 മൈനസ് ചെയ്താൽ മതി. സോ ആൻസർ വരുന്ന 500 ആണ്. 500 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ആ ടാങ്ക് എന്ത് ചെയ്യും? നിറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം 19, 10-ാം പദം 39 ആയാൽ സംഖ്യാശ്രേണിയിലെ ആദ്യ പദം എത്ര? ഒരു സമാന്തര ശ്രേണിയിലെ 5-ാം പദം, ഒരു ശ്രേണിയിലെ എത്രാമത്തെ പദം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1-ാം പദം എന്ന് പറയുന്നത് എ ആണെങ്കിൽ 2-ാം പദം a+d ആയിരിക്കും. ഇതാണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അതായത് ഒരു പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. 10-ാം പദമാണെങ്കിൽ a+, ഇവിടെ 1 കുറച്ചെഴുതണം, 9d ആയിരിക്കും 10-ാം പദം എന്ന് പറയുന്നത്. 100-ാം പദം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? a+, 99d ആയിരിക്കും. ഇതാണ് 100-ാം പദം എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1000-ാമത്തെ, അതായത് 1000 ടേം വരുമ്പോൾ എന്ത് വരും? a+, 999d ആയിരിക്കും. എപ്പോഴും 1 കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 5-ാം പദമാണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും?
എ പ്ലസ് 4d അതാണ് എന്തെന്ന് പറയുന്നത് 19 എന്ന് പറയുന്നത്. എ പ്ലസ് 9d അതാണ് എന്തെന്ന് പറയുന്നത് 39 എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ എ എത്രയെന്നാ നമുക്കിതങ്ങ് സോൾവ് ചെയ്ത് നോക്കാം. ഇത് മൈനസ് ആക്കുക, ഇത് മൈനസ് ആക്കുക, ഇത് മൈനസ് ആക്കുക. ഇവിടെ എന്ത് വരും? -5d എന്ന് പറഞ്ഞാൽ എത്ര വരും? -20 വരും. സോ 5d എന്ന് പറഞ്ഞാൽ 20, d എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 4. 4ആണ് നമ്മളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എ പ്ലസ് 4d ഈക്വൽ ടു 19 ആണെങ്കിൽ എ പ്ലസ് 4 ഇൻറ്റു ഡി എത്രയാണ്? നമുക്ക് 4 എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 4 ഇൻറ്റു 4 16 വരും ഈക്വൽ ടു 19. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19. ഈ പ്ലസ് 16 ഇപ്പുറം വരുമ്പോൾ -16 ആകും. ആൻസർ എത്ര വരും? 3 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലോക്കിലെ സമയം 11 മണി 10 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? എങ്ങനെയാണ് കോണളവ് കണ്ടുപിടിക്കുന്നത്? 30h - 11/2 m ചെയ്താൽ മതി. 30h എന്ന് പറയുമ്പോൾ എന്ത് വരും? 30 ഇൻറ്റു h എന്ന് പറയുന്നത് മണിക്കൂർ. അപ്പോൾ 11 - 11/2 m എന്ന് പറയുന്നത് മിനിറ്റ് ആണ്. 10 വരും. കട്ടായി പോകും. ഇവിടെ 5 വരും. 330 - 275 വരും. ആൻസർ ഇവിടെ 55 വരും. ആൻസർ വരുന്നത് 275 ആണ്. ഓക്കെ, 275 എന്ന് പറയുന്നത് എത്രയാണ്? 150 കൂടുതലാണെങ്കിൽ ആ സംഖ്യയെ നമ്മൾ എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? 360 നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ആൻസർ വരുന്നത് 85 വരും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 66 2/3 ഇനി ശതമാനത്തിന് തുല്യമായ ഭിന്നസംഖ്യ ഏതാ? ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 10% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 10/100 എന്നാണ്. 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 20/100 എന്നാണ്. അപ്പോൾ ഇവിടെ ശതമാനം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതിന് നമുക്ക് എന്താക്കി മാറ്റണം? ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നിരിക്കുന്നതിന് നമ്മൾ നോർമൽ ഇംപ്രോപ്പറാക്കി മാറ്റണം. അപ്പോൾ 66 2/3 നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ എത്ര വരും? 66 × 3 എന്ന് പറയുന്നത് 198 വരും. എന്താ ചെയ്യേണ്ടത്? +2 ചെയ്യണം. സോ +2 ഡിവൈഡ് ബൈ 3 അതായത് 200/3. ഇതാ 200/3% എന്ന് വരും. ഇതാണ് ഈ തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭിന്നസംഖ്യയാണ്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 200/3. എപ്പോഴും ശതമാനം ചോദിച്ചാൽ ഡിവൈഡ് ബൈ 100 ചെയ്യണം. സോ ഇവിടെ ഡിവൈഡ് ബൈ 100 കട്ടായി പോകും. ആൻസർ എത്ര വരും? 2/3. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. എയും ബിയും ഒരുമിച്ച് ആ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം? നമ്മുടെ വർക്ക് ആൻഡ് ടൈം അല്ലേ? എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി ഒരു ജോലി 30 ദിവസം കൊണ്ടും ചെയ്തു തീർത്താൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ജോലിയുടെ അളവ് എങ്ങനെയാണ്? AB/A + B ആയിരിക്കും. സോ ഇവിടെ എങ്ങനെ വരും? 20 × 30 ഡിവൈഡഡ് ബൈ 20 + 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 വരും. സോ ഇവിടെ എത്ര വരും? 600 ഡിവൈഡ് ബൈ 50. 0 കട്ടായി പോവും. 60 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 12. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. 22, 28 എന്നീ സംഖ്യകൾ മാറ്റിയാൽ ബാക്കിയുള്ള സംഖ്യകളുടെ ശരാശരി എത്ര? 20 സംഖ്യകളുടെ ശരാശരി. നമുക്ക് ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുക ബൈ എണ്ണമാണ് അല്ലേ? അപ്പം നമുക്ക് ഇതറിയില്ല. അപ്പം നമുക്ക് ശരാശരി എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 20 സംഖ്യകളുടെ ശരാശരി 25 ആണ്. തുക നമുക്കറിയില്ല. എണ്ണം എത്രയാണ്? 20. സോ നമുക്ക് തുക എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ. 25 × 20 ആണ് നമുക്ക് തുക എന്ന് പറയുന്നത്. അതായത് 500 ആയിരുന്നു ആ സംഖ്യകളുടെ തുക. അതിൽ നിന്ന് 22ഉം 28 എന്നീ 2 സംഖ്യകൾ മാറ്റുന്നുണ്ട്. അതായത് ഈ തുകയിൽ നിന്ന് ഇതിൻ്റെ സമ്മ കുറയ്ക്കണ്ടേ? 22 + 28 എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് 50 വരും അല്ലേ? 22 28 കൂട്ടുമ്പോൾ 50 വരും. അപ്പം നമുക്ക് പുതിയ തുക എത്രയാണ്? ഈ 500-ൽ നിന്ന് ഈ 50 അങ്ങ് കുറച്ചാൽ പോരെ. അതായത് 450 വരും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരാശരിയാണ്. ഇപ്പം തുക എത്രയായിട്ട് മാറി? 450 ആയിട്ട് മാറി. സോ 450 ഡിവൈഡ് ബൈ ഇവിടെയാണ് ചിലപ്പോൾ തെറ്റിപ്പോകുന്നത്. 20 എന്ന് നമ്മൾ നേരെ ഇട്ട് കൊടുക്കും. 20 ആണോ അവിടെ? 2 സംഖ്യകൾ അവിടെ പോയി. സോ 20 എന്നുള്ള 2 സംഖ്യകൾ പോകുമ്പോഴേക്കും അവിടുത്തെ നമ്പർ എത്രയായി? 18 ആയിട്ട് മാറി. 450 ഡിവൈഡ് ബൈ 18 എന്ന് പറയുന്നത് 25 ആണ്.
സോ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബാഗിൻ്റെ വില 10% കൂട്ടിയ ശേഷം 10% വില കുറച്ച് 693 രൂപയ്ക്കാണ് വിറ്റത് എങ്കിൽ ആ ബാഗിന് ആദ്യമുണ്ടായിരുന്ന വില എത്ര? ഇവിടെ അറിയേണ്ടത് എന്തായാലും ഈ സാധനത്തിന് നഷ്ടമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അതായത് ഇപ്പോൾ എക്സ് ശതമാനം നമ്മൾ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാലും എക്സ് ശതമാനം കുറച്ചിട്ട് കൂട്ടിയാലും രണ്ടും സംഭവിക്കുന്നത് നഷ്ടമായിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x²/100 ആണ്. മനസ്സിലായോ? ആദ്യമേ ഇപ്പോൾ 10% നമ്മളൊരു വസ്തുവിൻ്റെ വില കൂട്ടി 10% കുറച്ചു, അല്ലെങ്കിൽ 10% കുറച്ചു 10% കൂട്ടി, എന്തോ ആയിക്കോട്ടെ, ഒരേ പെർസെൻറ്റേജ് തന്നെ കൂട്ടി അതേ പെർസെൻറ്റേജ് തന്നെ കുറച്ചാലും അതേ പെർസെൻറ്റേജിനെ കുറച്ചിട്ട് അതേ പെർസെൻറ്റേജ് തന്നെ കൂട്ടിയാലും സംഭവിക്കുന്നത് നഷ്ടമായിരിക്കും. സോ നമുക്കിവിടെ എന്തൊക്കെ അറിയാൻ പറ്റും? നഷ്ടമായിരിക്കും. ഇതിന് നഷ്ടം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിലും കൂടിയ വിലക്കായിരിക്കണം അയാൾ വാങ്ങിയത്. സോ ഇത് രണ്ടുമല്ല. ഇത് തന്നെയാണെങ്കിൽ എന്താണ്, ഇവിടെ നഷ്ടം വരില്ല. സെയിം അല്ലേ? ഇത് ആണെങ്കിലും എന്താണ്, നഷ്ടമല്ല. നമുക്കവിടെ 693 രൂപയ്ക്ക് വിറ്റെന്ന് പറയുമ്പോൾ അവിടെ ലാഭമാണ്. ഇത് രണ്ടിൽ ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാം. ഇവിടെ 10% പറഞ്ഞിരിക്കുന്നത്. സോ 10 × 10/100 എന്ന് വരും. ആൻസർ വരുന്ന 1%. 1% നഷ്ടത്തിനാണ് അവർ വിറ്റിരിക്കുന്നത്. അതായത് 1% എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് 100% എടുത്തു. 1% കുറച്ച് കഴിയുമ്പോൾ 99%. ഈ 99% ഈ 693 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1% അല്ലെങ്കിൽ ഈ 100 മൊത്തം എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ക്രോസ് ചെയ്യുക, രണ്ടെണ്ണം ഉള്ളത് മേലിൽ എഴുതുക. സോ 100 × 693 / ഒരെണ്ണമുള്ളത് താഴെ എഴുതുക. ഇതുകൊണ്ട് കട്ടായി പോകും. 7 തവണ 100 × 7 എന്ന് പറയുന്നത് 700 ആണ്. സോ ഓപ്ഷൻ ഡി 700 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ചെറുതേത്? ആൻസർ എങ്ങനെ വരും? 5 × 5 25 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോഴേക്കും പോയിൻ്റ് ഇടാനാണ് ഡൗട്ട് വരുന്നത്. 1 2 3 ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോഴേക്കും മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് വേണം. സോ ഇവിടെ 1 2 ഉണ്ട്, 1 0 കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത് നോക്കാം. 5/100 ഡിവിഷൻ, ഭിന്നസംഖ്യകളുടെ ഡിവിഷൻ വരുമ്പോഴെന്താണ് ചെയ്യേണ്ടത്? തിരിച്ചിട്ട് ഗുണിക്കണം അല്ലേ? സോ ഇവിടെ എന്ത് വരും? 5 തിരിച്ചിടുമ്പോഴേക്കും 10/5 തിരിച്ചിടുമ്പോഴേക്കും 5/10 എന്നാകും. അതായത് 25/1000 എന്ന് വരും. ഇവിടെയും നോക്കിക്ക് 25/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 പോയിൻ്റ് മാറ്റി. ഇവിടെ എത്ര? 1 2 3 പൂജ്യങ്ങളുണ്ട്. സോ നമുക്കിവിടെ 0.025 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ എത്ര വരും? 25നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്, അതായത് 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 0 ആയതുകൊണ്ട് നമുക്ക് ആൻസർ 0.5 എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ 2 0 ആയതുകൊണ്ട് ഇങ്ങനെ വരും. ഇനി ഇതെന്ന് നോക്കിക്കുക. 5 × 5 25 /1000 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 10000 വരും. അതായത് ഇവിടെ ആൻസർ എത്ര വരും? 0.40 വേണം. ഇവിടെ 4 പോയിൻ്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് വേണം. സോ ഇവിടെ 2 എണ്ണം ഓൾറെഡി ഉണ്ട്, ഇവിടെ 2 0 കൂടി ഇട്ട് കൊടുക്കണം. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറുതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഏറ്റവും വലുതായിരുന്നെങ്കിൽ ഇത് വന്നേനെ, ചെറുതായത് കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 225 മീറ്റർ നീളമുള്ള തീവണ്ടിക്ക് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയം വേണ്ടിവരും? 90 കിലോമീറ്ററും 225 മീറ്ററും. ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നതിന് എല്ലാത്തിനെയും ഒരേ യൂണിറ്റിലോട്ട് മാറ്റണം. നമുക്ക് കിലോമീറ്റർ വേഗതയിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 90 km/h ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന എത്രയാണ്? 225 മീറ്ററാണ്. നമുക്കിതിനെ മാറ്റിക്കൊടുക്കാം. 90 km/h എന്ന് പറയുന്നത്, km/h എന്ന് പറയുന്നത് ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. അതിന് നമ്മൾ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 ആണോ 18/5 ആണോ? അടുത്ത ഡൗട്ട് അവിടെയായിരിക്കും. 5/18 18/5. കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു വലിയ ക്വാണ്ടിറ്റിയാണ്. അതിനെ ചെറിയ ക്വാണ്ടിറ്റിയായ മീറ്ററിലോട്ട് മാറ്റാനായിട്ട് ചെറിയ 5 ആദ്യം എഴുതി ഗുണിച്ചാൽ മതി. ഇങ്ങനെ ഓർത്താൽ മതി. km/h എന്ന് പറയുന്ന ഒരു വലിയ ക്വാണ്ടിറ്റിയെ ചെറിയ ക്വാണ്ടിറ്റിയായ മീറ്ററിലോട്ട് മാറ്റാൻ ചെറിയ 5 കൊണ്ട് ഗുണിക്കുക.
ബാക്കി 18. ഈ 18ഉം 5ഉം ഉണ്ടെന്നറിയാം, പക്ഷേ അത് മേളിലാണോ താഴെയാണോ എന്നായിരിക്കും ഡൗട്ട്. ഇതിവിടെ കട്ടായി ഇപ്പോൾ ഇവിടെ 5 വരും. ആൻസർ വരുന്നത് 25 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ഇതല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ സ്പീഡ്, ഇവിടെ ടൈം. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുക, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഇനി സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് ഓർത്താൽ മതി. അതേപോലെ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടെ D/S ആണ്. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 225 മീറ്റർ ഡിവൈഡഡ് ബൈ, കാര്യം ഇവിടെ ടെലിഫോൺ പോസ്റ്റാണ്, ഒരു പോയിന്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തന്നെ ചോദിക്കുവാണ് ഒരു പാലം കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആ പാലത്തിൻ്റെ നീളവും കൂടി നമ്മൾ കൂട്ടണം. ഇവിടെ ടെലിഫോൺ പോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാത്തത്. 225 ഡിവൈഡ് ബൈ 25 എന്ന് വരും. ആൻസർ എത്ര വരും? 9 വരും. സോ 9 സെക്കൻഡ് സമയമാണ് 90 km/h വേഗതയിൽ പോകുന്നൊരു തീവണ്ടി ആ ഒരു പോസ്റ്റിനെ കടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 9:11 ആണ്. സംഖ്യകളുടെ ഉസാഗ 7 ആയാൽ അവയിൽ ചെറിയ സംഖ്യ ഏത്? സംഖ്യകളുടെ അംശബന്ധം തന്നു, HCFും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യ. HCF എന്നാൽ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ആ സംഖ്യയെ HCF കൊണ്ട് ഗുണിച്ചാൽ മതി. സോ 9×7 63. ഇവിടെയും 7 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എത്ര വരും? 77. ഇതായിരിക്കും സംഖ്യകൾ. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ചെറിയ സംഖ്യ. സോ ഏതായിരിക്കും ആൻസർ? 63. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ വാർഷിക പലിശ നിരക്ക് എത്രയായിരിക്കും? ഇരട്ടിയായാൽ 6 ചോദിച്ചിരിക്കുന്നത്. ഇരട്ടിയായാൽ കണ്ടുപിടിക്കേണ്ടത് 100/n ആണ്. 2 ഇരട്ടിയായാൽ എത്രയായിരിക്കും? 2 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടിയായി 2 ഇരട്ടിയല്ല 3 ഇരട്ടി. 3 ഇരട്ടി ആയിക്കഴിഞ്ഞാൽ ഇത് 200/n എന്നാകും. 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്ര വരും? 900/n എന്ന് വരും. എത്രയാണോ ഇരട്ടി അതിൻ്റെ ഒന്ന് കുറച്ചാൽ മതി. 4 ഇരട്ടിയാണെങ്കിൽ 300/n അങ്ങനെ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇരട്ടിയായാലാണ്. നമുക്ക് ഈ ഒരു കേസ് മതി. ഇരട്ടിയായാലെന്ന് ചോദിക്കുമ്പോൾ 100/ എത്ര വർഷം കൊണ്ടാണ്? 8 വർഷം. 100/8 എന്ന് പറഞ്ഞാൽ എത്ര വരും? 100/8 എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം 12.5. സോ 12.5% ഇവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു LP/UPയുടെ ഒരു മോഡൽ എക്സാമിൽ നടത്തിയൊരു ക്വസ്റ്റ്യനാണ്. 2022 ക്വസ്റ്റ്യനാണ്. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2023 NCA വന്നപ്പോഴേക്കുമാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. അപ്പോൾ പതുക്കെ നമുക്ക് ആ ഓരോ സെക്ഷനായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ തൊട്ടേ തുടങ്ങണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ 15 മാർക്കിൽ നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ്, ഏത് ടോപ്പിക്കാണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെന്നും എത്ര മാർക്ക് കിട്ടിയെന്നും എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കെമിസ്ട്രിയുടെ ടോപ്പിക്കാണ്, ആറ്റമാണ്. കെമിസ്ട്രി തുടങ്ങാനായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. നമുക്ക് ആറ്റം വെച്ച് തുടങ്ങാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്